ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. സ്ത്രീകൾ സാഹിത്യലോകത്ത് ഏറെ ശ്രദ്ധേയമായ സ്വന്തമായ ഇടം കണ്ടെത്തിയ കാലമാണ് വർത്തമാനകാലമെന്ന് സംവിധായകൻ PT കുഞ്ഞി മുഹമ്മദ് അഭിപ്രായപ്പെട്ടു. ആഷിത്ത് മുഹമ്മദിന്റെ 6ാമത്തെ പുസ്തകവും 4ാമത്തെ നോവലുമായ ഉപ്പും പാത്തി പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേറ്റുവ ഷാ ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ PT കുഞ്ഞി മുഹമ്മദ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ KPK വേങ്ങരയ്ക്ക് പുസ്തകത്തിന്റെ ആദ്യ പ്രതി നൽകിക്കൊണ്ടായിരുന്നു പ്രകാശനം നിർവഹിച്ചത്. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ഇർഷാദ് K ചേറ്റുവ പുസ്തക പരിചയം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം സുമയ്യ സിദ്ദിഖ്, എഴുത്തുകാരി സബീഖ ഫൈസൽ, SA നവാസ്, ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് KA വിശ്വംഭരൻ, ഗ്രന്ഥകർത്താവ് ആഷിത്ത് മുഹമ്മദ്, PI ഫിറോസ് എന്നിവർ സംസാരിച്ചു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആഷിത്ത് ആയിഷ 6 കൃതികൾ രചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചേറ്റുവ പ്രദേശത്തിന് വിഭിന്നമായ ഒരു സാംസ്കാരിക പൈതൃകം ഉണ്ടായത് എന്ന് ഞാൻ ആലോചിക്കാറ്. ഞാനിവിടെ ജനിച്ച് ചെറുപ്പകാലത്തെ ചെലവഴിക്കുകയും ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലമാണ് എൻ്റെ ഉമ്മയുടെ വീട്. ഇവിടെയാണ്. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഏകതരത്തിലേക്ക് ദേവതരത്തിൽ എൻ്റെ ഉമ്മയുമായി ബന്ധമുള്ളവരാണ്, നമ്മുടെ കുടുംബവുമായി ബന്ധമുള്ളവരാണ്. അപ്പോൾ ചേറ്റുവയുടെ ഭൂമിശാസ്ത്രം പൂർണ്ണമായി മാറി. വളരെ കുറവ് വീടുകളായിരുന്നു ചേറ്റുവ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഇവിടെ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആലുകാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.